അശ്വടാ ഭയങ്കര ചൂടാ അല്ലേ? നമ്മളിപ്പോൾ പുറമറ്റത്തുള്ളതാ. പുറമറ്റത്ത് ഈ ചൂടുണ്ടെങ്കിലും ആശ്വാസം പകരാൻ ഡിവൈഎഫ്ഐക്കാരുണ്ട്. അവരുടെ സൗജന്യ തണ്ണിമത്തൻ ജ്യൂസ് വിതരണമുണ്ട്. ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ചേച്ചി, ഡിവൈഎഫ്ഐയുടെ ഒരു സൗജന്യ തണ്ണിമത്തൻ ജ്യൂസ് വിതരണം അല്ലേ? എങ്ങനെയുണ്ട് ഇവരുടെ പരിപാടി? അടിപൊളിയാ. നല്ല തണ്ണിമത്തൻ ജ്യൂസാണോ? ആ, നല്ല തണ്ണിമത്തൻ ജ്യൂസ്. ധാരാളം ആളുകൾ കുടിക്കാൻ എത്തിയിട്ടുണ്ട്. എങ്ങനെയുണ്ട് ജ്യൂസ്? നല്ലതാണ്. ഇങ്ങനൊരു പരിപാടിയെ പറ്റി എന്താ പറയുക, ഇങ്ങനെ സൗജന്യമായിട്ട് കൊടുക്കുന്നതിനെ പറ്റി? വളരെ നല്ല അഭിപ്രായം തന്നെ പറയാനുണ്ട്. നല്ല കാര്യമാണ് ചെയ്തിരിക്കുന്നത്. കൂടുതലൊരു ആശ്വാസമാണോ? ആശ്വാസമാണ്. എന്താച്ചാ? ഒന്നുമില്ല, കുഴപ്പമില്ല. ഇവരെ ഒരു പരിപാടി കൊള്ളാമോ? നല്ല പരിപാടി. ഒരു നാട്ടുകാർക്കൊക്കെ ഒരു ആശ്വാസമായിരിക്കും. തീർച്ചയായിട്ടും നല്ല ആശ്വാസമാണ്. ആണല്ലേ? ആണ് ഡിവൈഎഫ്ഐ നൽകുന്ന ഈ ചൂടത്ത് നല്ല ചൂടുള്ളപ്പോഴാണ് നല്ല തണുത്ത തണ്ണിമത്തൻ ജ്യൂസ് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഡിവൈഎഫ്ഐയുടെ ഭാരവാഹികളൊക്കെയാണ് ഇതിനെ വിതരണം ചെയ്യുന്നത്. നമ്മുടെ എങ്ങനെയാണ് ഈ പരിപാടിയൊക്കെ എങ്ങനെയാണ്? ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ 1-ാം തീയതി മുതലാണ് ദാഹജലപ്പന്തൽ തുടങ്ങിയിരിക്കുന്നത്. ഡിവൈഎഫ്ഐ 8 യൂണിറ്റ് കമ്മിറ്റിയാണ് നിലവിലുള്ളത്. ഓരോ ദിവസവും ഡിവൈഎഫ്ഐ രീതിയിൽ കലണ്ടർ അടിച്ച് ഓരോ ദിവസവും 2 മാസത്തേക്ക് കലണ്ടർ അടിച്ച് വെച്ചിരിക്കുകയാണ്. ഓരോ ദിവസവും ഓരോ യൂണിറ്റ് കമ്മിറ്റി ഇത് ഏറ്റെടുത്ത് ഇത് മുടങ്ങാതെ തന്നെ എല്ലാ ദിവസവും കൊടുക്കുന്നതിന് വേണ്ടിയാണ് തീരുമാനിച്ചിട്ടുള്ളത്. ഓരോ യൂണിറ്റിലും ഓരോ സഖാക്കൾ അവരവരുടെ കൂലിപ്പണിയും അങ്ങനെ പെയിൻറ്റിങ്ങിനൊക്കെ പോയി അവരവർ കണ്ടെത്തിയ സാമ്പത്തിൽ നിന്നാണ് ഈ ദാഹജലപ്പന്തൽ ഇവിടുത്തെ ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ ഫ്രീ ആയിട്ട് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഇത് 2 മാസത്തേക്ക് തുടർന്ന് തന്നെ കൊടുക്കുമെന്നാണ് സൂചിപ്പിച്ചത്. ഏത് യൂണിറ്റ് കമ്മിറ്റിയാണ്? ഇന്ന് വട്ടക്കൊട്ട യൂണിറ്റ് കമ്മിറ്റിയാണ് കൊടുക്കുന്നത്. യൂണിറ്റിൻ്റെ ഭാരവാഹികളുണ്ടോ? എന്തിയേ യൂണിറ്റ് കമ്മിറ്റി നിങ്ങളല്ലേ കൊടുക്കുന്നത്? എങ്ങനെയാണ് ഇതൊക്കെ മേടിച്ചതൊക്കെ പൈസയൊക്കെ? ഇത് നമ്മൾ കൈനിട്ട് കളക്ട് ചെയ്തൊക്കെ ആയിട്ട് സെറ്റ് ചെയ്തായിരുന്നു. ഇന്നലെ വൈകിട്ട് വാങ്ങിച്ചു, പിന്നെ ബാക്കി രാവിലെ കുറച്ച് വാങ്ങിച്ചു. ഇപ്പോഴും തികഞ്ഞില്ല, ഓടിപ്പോയി പിന്നെ വാങ്ങിച്ചു. വന്നോണ്ടിരിക്കും. ഇനി വീണ്ടും മേടിക്കുമോ? അതെ, രാവിലെ നമ്മളൊരു 10 മണിയായപ്പോൾ തുടങ്ങിയതാണ്. അപ്പോൾ തികയാതെ പിന്നെ ഇപ്പോൾ വാങ്ങിയിട്ട് അടുത്ത പിന്നെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഡിവൈഎഫ്ഐയുടെ ബ്ലോക്ക് സെക്രട്ടറി ഉണ്ട്. എങ്ങനെയാണ് ഈ ബ്ലോക്കിൻ്റെ ഇവരുടെ പ്രവർത്തനം? അടിപൊളിയാ അല്ലേ? മാതൃകാപരമായ പ്രവർത്തനമാണ്. നമ്മുടെ ഈ വേനൽക്കാലത്ത് ഡിവൈഎഫ്ഐ ക്യാമ്പയിൻ എല്ലാ വർഷവും ഏറ്റെടുക്കുന്നതാണ്. പക്ഷേ ഇപ്രാവശ്യം ഇവിടെ വ്യത്യാസം എന്ന് പറയുന്നത് ഇവിടെയുള്ള 8 യൂണിറ്റുകൾക്ക് കൃത്യമായൊരു കലണ്ടർ തന്നെ മേഖലാ കമ്മിറ്റി ചാർട്ട് ചെയ്ത് കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ ഓരോ ദിവസവും ഓരോ യൂണിറ്റ് കമ്മിറ്റി ഏൽപ്പിച്ച് അവരാണിവിടെ ഈ ജ്യൂസും അതോടൊപ്പം തന്നെ നമ്മുടെ പച്ചവെള്ളമൊക്കെ ഉണ്ട് ഇതെല്ലാം എത്തിക്കുന്നത്. അപ്പോൾ സംഘടനാപരമായി ഇതിൻ്റെ പുറകിൽ നല്ലൊരു വർക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് പുറമറ്റ മേഖല വളരെ സജീവമായി നിൽക്കുന്ന മേഖലാ കമ്മിറ്റി അതിൻ്റെ യൂണിറ്റുകളുമാണ്. ഇപ്പോൾ ബ്ലോക്ക് കമ്മിറ്റിക്കകത്ത് ഇരുവേറ് ബ്ലോക്ക് കമ്മിറ്റിക്കകത്ത് ആദ്യത്തെ ദാഹജലപ്പന്തലാണ് ഇന്ന്. അടുത്ത ദിവസങ്ങളിൽ വള്ളംകുളം അതോടൊപ്പം തന്നെ കവിയൂര് ബാക്കി മേഖലയിൽ മുഴുവൻ 8 മേഖലാ കമ്മിറ്റിക്കകത്ത് ഇതുപോലെയുള്ള വിപുലമായ പരിപാടികൾ നടത്താൻ വേണ്ടിയാണ് തീരുമാനിച്ചിരിക്കുന്നത്. അത് തീർച്ചയായിട്ടും ജില്ലയിൽ തന്നെ മാതൃകാപരമായൊരു പ്രവർത്തനമായി നാം കാണുന്നു. ഇന്നലെ ഡിവൈഎഫ്ഐയുടെ ജില്ലാ സെക്രട്ടറിയാണ് ഈ തണ്ണീർപ്പന്തൽ ഉദ്ഘാടനം ചെയ്തത്. അത് വളരെ സംഘടനാപരമായി നല്ല വർക്കാണ് പുറമറ്റ മേഖലാ കമ്മിറ്റി ഏറ്റെടുക്കുന്നത്. അവരെ അതിനുവേണ്ടി അഭിനന്ദിക്കുകയും ചെയ്തു. നമ്മൾ നേരത്തെ പറയുന്ന പോലെ ഈ യുവാക്കളുടെ അവരുടെ എനർജിയെ നല്ല കാര്യങ്ങൾക്ക് വേണ്ടി തിരിച്ചുവിടാൻ ഡിവൈഎഫ്ഐ പ്രത്യേകം ശ്രമിക്കുന്നുണ്ട്. അതിൽ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് കുട്ടികളൊക്കെ വന്ന് ജ്യൂസ് കുടിക്കുന്നുണ്ട്. നമ്മൾ വലിയ തോടിനെ ശുചീകരിച്ച പ്രവർത്തനം നമ്മളിവിടെ നിൽക്കുമ്പോൾ തന്നെ ഇതിൻ്റെ തൊട്ടടുത്ത സ്കൂളിലാണ് ഈ കഴിഞ്ഞ വർഷം വിദ്യാഭ്യാസ വർഷം ആരംഭിക്കുമ്പോൾ ഡിവൈഎഫ്ഐയുടെ ഈ പറഞ്ഞ ആളുകൾ തന്നെ രാജീവിനോർത്തുള്ള ആൾക്കാരാണ് അന്ന് ശുചീകരിച്ചത്. അങ്ങനെ ഒരുപാട് നല്ല കാര്യങ്ങൾ ഡിവൈഎഫ്ഐ ചെയ്യുന്നുണ്ട്. അടിപൊളി ജ്യൂസാണ്, നമ്മളും കുടിച്ചിട്ടേ പോകത്തുള്ളൂ. പുറമറ്റത്ത് നിന്ന് കൈരളി ന്യൂസിനുവേണ്ടി ക്യാമറമാൻ അഖിലേഷ് കുളമയോടൊപ്പം സുജു ടി ബാബു.